ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നടന്മാരുടെ വീട്ടിൽ റെയ്ഡ്. മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന്റെ വീട്ടിലും നടൻ പൃഥ്വിരാജിന്റെ വീട്ടിലുമാണ് റെയ്ഡ് നടക്കുന്നത്. കസ്റ്റംസ് ആണ് റെയ്ഡ് നടത്തുന്നത്. റെയ്ഡ് ഓപ്പറേഷൻ നൂക്കൂറിന്റെ ഭാഗം. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസ്, ദുൽഖർ സൽമാന്റെയും അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെയും വീട്ടിലും ഇപ്പോൾ റെയ്ഡ് നടക്കുന്നു എന്നും ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണ് ഇത്തരത്തിലൊരു റെയ്ഡിനുള്ള കാരണം? കൂടുതൽ വിവരങ്ങൾ. വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നികുതി വെട്ടിപ്പ് നടത്തി എന്നുള്ള ചില കണ്ടെത്തലുകൾ അത് എത്രത്തോളം സ്ഥിരീകരിക്കാനാകുമെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക ഘട്ട വിവരങ്ങൾ കൂടിയാണ്. അതിനെ തുടർന്നുണ്ടായ ഇത്തരത്തിൽ വാഹന ഇടപാടുമായി ബന്ധപ്പെട്ടുണ്ടായ ചില കണ്ടെത്തലുകളാണ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് നയിച്ചത് എന്നുള്ളതും കൂടിയാണ്. കേരളത്തിൽ 30 ഇടങ്ങളിലാണ് ഈ പരിശോധന, ഓപ്പറേഷൻ ഉങ്കൂറിന്റെ ഭാഗമായിട്ട് കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നത്. അതിൽ പ്രധാനം എന്ന് പറയുന്നത് കൊച്ചിയിൽ പൃഥ്വിരാജിന്റെ വീട്ടിലും നടൻ പൃഥ്വിരാജ് സുകുമാരന്റെ വീട്ടിലും ഒപ്പം തന്നെ ദുൽഖർ സൽമാന്റെ വീട്ടിലുമൊക്കെ തന്നെ പരിശോധന നടക്കുകയാണ്. ഇവർ വാങ്ങിയ കാറുകളെ സംബന്ധിച്ചാണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നതെന്നുണ്ട്. ഏറ്റവും പ്രധാനം നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച കാർ രാജ്യത്തുടനീളം വിറ്റുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച കാറുകൾ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് കൂടുതൽ പൈസ കുറവിൽ ഇത് വിറ്റഴിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ്. വൻ റാക്കറ്റ് ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതും കൂടിയാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ വിവിധ കാർ ഷോറൂമുകളിലും ഒക്കെ തന്നെ പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. വലിയ രീതിയിലൊരു ഇടനില ഇതിൻ്റെ അടുത്ത് നടന്നിട്ടുണ്ട്. ഈ ഇടനിലക്കാരുടെ ഇടപെടൽ മൂലം വലിയ രീതിയിലൊരു ക്രമക്കേട്, അഴിമതിയൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, പോണ്ടിച്ചേരി രജിസ്ട്രേഷനെ സംബന്ധിച്ച് കേരളത്തിൽ മുൻപേ താരങ്ങളൊക്കെ നേരിട്ട ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തുള്ള വാഹനങ്ങളൊക്കെ തന്നെ കേരളത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. കാരണം നികുതി എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള നികുതി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ പോണ്ടിച്ചേരിയിൽ പോയി രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ കേരളത്തിൽ ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവണത അത് ഇപ്പോൾ കൂടുതൽ അനുവദിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവണത പ്രോത്സാഹിപ്പിക്കാത്തൊരു സാഹചര്യം കൂടിയാണ്. ഇതിനിടയിലാണ് ഇതിനെ സംബന്ധിച്ചൊക്കെ തന്നെ കൃത്യമായ ഒരു അന്വേഷണം കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നടന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ നികുതി കുറവുള്ള സ്ഥലങ്ങളിൽ പോയി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണത ഏറെക്കാലമായി കേരളത്തിലൊക്കെ തന്നെ കണ്ടുവരുന്നു. പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ചില പ്രവണതകളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിനെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങളൊക്കെ പഠിച്ചു വരുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ നടത്തി വരുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നീക്കം നടന്നിരിക്കുന്നത് എന്നൊക്കെ തന്നെ നമുക്ക് ഈ ഒരു നിമിഷം നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും അത് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ഓപ്പറേഷൻ നുങ്കൂറിൻ്റെ ഭാഗമായിട്ടാണ് കസ്റ്റംസ് ഇപ്പോൾ കേരളത്തിൽ 30 ഇടങ്ങളിൽ പരിശോധന നടത്തുന്നത്. രാജ്യമെമ്പാടും ഇതിനെ സംബന്ധിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട്. നടന്മാരായ പൃഥ്വിരാജിൻ്റെ വീട്ടിലും ഒപ്പം തന്നെ ദുൽഖർ സൽമാൻ്റെ വീട്ടിലുമൊക്കെ തന്നെയാണ് ഇപ്പോൾ പരിശോധന നടത്തി വരുന്നത്. എത്രത്തോളം എങ്ങനെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്കറിയേണ്ടത്. ഇത് എത്ര നേരം നീളുമെന്നുള്ളതും ഒക്കെ തന്നെ നമുക്ക് ഒട്ടും നിശ്ചയമില്ല. വളരെ തീരെ പരിചയമില്ലാത്ത ഒരു പരിശോധന കൂടിയാണ്. അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു ഓപ്പറേഷൻ കൂടിയാണ്. കസ്റ്റംസിൻ്റെ ഒരു മിന്നൽ ഓപ്പറേഷൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലൊരു മിന്നൽ ഓപ്പറേഷനിലേക്ക് കസ്റ്റംസ് കടക്കണമെങ്കിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ കണ്ടെത്തലുകളോടുകൂടി തന്നെ ആയിരിക്കണം കസ്റ്റംസ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് കടന്നത് എന്നുള്ളത് വ്യക്തമാണ്. അത് എന്താണ് കണ്ടെത്തൽ എന്നുള്ളത് കസ്റ്റംസ് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. വരും മണിക്കൂറുകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു പരിശോധനയ്ക്ക് ശേഷമൊക്കെ തന്നെയായിരിക്കും അതിനെ സംബന്ധിച്ചിട്ടുള്ള ഓപ്പറേഷൻ നുങ്കൂറിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ വ്യക്തമാക്കുക. എന്തായാലും ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. 30 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. അതിൽ ദുൽഖർ സൽമാന്റെ വീട്ടിലും പൃഥ്വിരാജിന്റെ വീട്ടിലും ഒക്കെ തന്നെ പരിശോധന നടക്കുന്നുണ്ട്. ഈ 30 ഇടങ്ങളിൽ വിവിധ കാർ ഷോറൂമുകളും വിടും. അതോടൊപ്പം തന്നെ ഈ നിരവധി ഇടനിലക്കാർ ഇടനിലക്കാരുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നത് എന്നുള്ള ചില കണ്ടെത്തലുകളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ വ്യവസായികളെ സംബന്ധിച്ചുമൊക്കെ തന്നെ വിവിധ വ്യവസായികളുടെ ഓഫീസുകളിലും വീടുകളിലുമൊക്കെ തന്നെ റെയ്ഡുകൾ, പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട് എന്നും കൂടിയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കാർത്തു, ശരി. മമ്മൂട്ടിയുടെ